തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള കല്ലമ്പള്ളി ഇടവക്കോട് റോഡിന്റെ പണി തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുകയാണ്. ഇപ്പോൾ ഒരു റോഡുണ്ടോ എന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ്. തിരുവനന്തപുരം ശ്രീകാര്യം കല്ലമ്പള്ളിയിൽ നിന്നും ഇടവക്കോടേക്ക് പോകുന്ന റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഈ റോഡിന്. ഇവിടുത്തെ റോഡിന്റെ ഇരുവശങ്ങളിലായി താമസിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത് കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി അവർ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ കഥയാണ്. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാൻ തൊള്ളി അടിച്ച് വീട്ടിനകത്ത് കയറും, കിടക്കാൻ സ്ഥലമില്ലാതെ 2 മുറിയും 11 പഠിക്കുന്ന ഒരു കൊച്ചു മോളും 8 പഠിക്കുന്ന ഒരു മോനും ഇതിനകത്ത് ഒറ്റ മുറിക്കാൻ ഞങ്ങൾ താമസിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഇവിടെ വെള്ളം പൊട്ടി ഓലിച്ച് നമുക്ക് ആകെ കുടിക്കാൻ വെള്ളം മുകളിലില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി റോഡെന്നത് ഇവർക്ക് വെറും സങ്കല്പം മാത്രം. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം പലരുടെയും ജീവിതമാർഗം പോലും നിലച്ചുപോയ അവസ്ഥയിലാണ്. ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ നിവൃത്തിയില്ല. ഒരു മനുഷ്യനും ഈ റോഡിൽ കൂടെ വരുന്നില്ല. ഞങ്ങൾക്ക് ഓട്ടം ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. അസുഖം വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം മാത്രമല്ല പറയുന്നത്. ഒരു വീട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എങ്ങനെ പുറത്തിറങ്ങും എന്നുള്ളത് ഈ പ്രദേശം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സീവേജിന്റെയും ഗ്യാസ് കണക്ഷന്റെയും പണികൾ മാസങ്ങളായി നീണ്ടുപോകുന്നതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കുള്ള പ്രധാന കാരണം. മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ കാൽനടയാത്ര പോലും ഈ റോഡിലൂടെ സാധ്യമാകില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. കാൽനടയ്ക്ക് പറ്റുന്നില്ല. പ്രധാനം അതാണ്. നമ്മൾ കാൽനടയാത്രക്കാർക്ക് പോലും പറ്റുന്നില്ല. എനിക്ക് വണ്ടിയുള്ളതാണ്. പക്ഷേ വണ്ടി എടുത്തിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ എവിടെയെങ്കിലും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അത് ഫ്രണ്ടിലൊന്നും ബ്ലോക്ക് ചെയ്തില്ല, അകത്ത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. 2-3 വണ്ടി മറിഞ്ഞു വീഴുന്നു. ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ആശുപത്രിയിൽ ഒരുപാട് പ്രശ്നമാണ്. ജനങ്ങളെ ഒന്നടങ്കം ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന പണി എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.